إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ മുഴുവൻ നിയമങ്ങളും ജീവിതത്തിൽ പുലർത്തി തഖ്വയോടെ ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ ഓരോരുത്തരെയും പടച്ചത്. നമ്മെ പടക്കുകയും നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെല്ലാമുണ്ടോ അതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി വെക്കുകയും ചെയ്തവനാണ് റബ്ബ്. ആ റബ്ബിനാണ് പടപ്പുകളായ നമ്മളെപ്പറ്റി നമുക്ക് എന്തെല്ലാമാണ് അനുയോജ്യമായത്, നമുക്കെന്തെല്ലാമാണ് നല്ലത്, നമുക്കെന്തൊക്കെയാണ് ദോഷമുണ്ടാക്കുന്നത് എന്ന കാര്യത്തെ സംബന്ധിച്ചെല്ലാം കൃത്യവും വ്യക്തവുമായി അറിയുക ആ പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ റബ്ബ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ വ്യവസ്ഥകൾ രൂപീകരിച്ച വ്യവസ്ഥപ്പെടുത്തിയതാണ് അവന്റെ ദീനാകുന്ന ഇസ്ലാം. അതുകൊണ്ട് ആ ദീൻ അനുസരിച്ച് കൊണ്ട് മനുഷ്യൻ ജീവിക്കുക എന്നത്
മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ അലോസരമുണ്ടാക്കുന്ന ഒരു സംഗതിയുമില്ല. അതുകൊണ്ട് പിശാച് അവൻ എപ്പോഴും നമ്മുടെ കടുത്ത ശത്രുവും അവന്റെ ശത്രുത അവൻ പ്രകടിപ്പിക്കുന്നത് നമ്മെ നരകത്തിലേക്ക് എത്തിക്കാനുള്ള വഴികൾ ഒരുക്കിക്കൊണ്ടാണ്. വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളെല്ലാവരും നരകത്തിലേക്ക് പോകുന്ന ഓരോ വഴികളെപ്പറ്റിയും ജാഗ്രതയോടുകൂടിയായിരിക്കണം കാണേണ്ടത്. പിശാച് ഓരോ വഴികളും നമ്മുടെ മുമ്പിൽ തുറന്നിട്ട് തരും. പ്രത്യക്ഷത്തിൽ ചിലപ്പോഴൊക്കെ അതൊരു ഭംഗിയായിക്കൊണ്ട് അലങ്കാരമായിക്കൊണ്ട് നമ്മൾ തോന്നും. പക്ഷേ സുഹൃത്തുക്കളെ, അതെല്ലാം നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്ന വലിയ അപകടങ്ങളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണല്ലോ നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഗുണമായ കാര്യങ്ങളുണ്ട്, എന്തെല്ലാം ദോഷമായ കാര്യങ്ങളുണ്ട് എന്നറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ റഹ്മാനായ റബ്ബ് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളെയും അതിൻ്റെതായ രൂപത്തിൽ നമ്മൾ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് മനുഷ്യരുടെ കടമയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഹവ്വാ റളിയല്ലാഹു അൻഹയെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അല്ലാഹു തആല മനുഷ്യരോടായിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഖുൽനാ ഹ്ബിതു മിൻഹാ ജമീആ فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. അല്ലാഹു തആല പറയുകയാണ്, നമ്മുടെ അടുക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വരും. ആ മാർഗദർശനം വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മാർഗദർശനത്തെ ആര് പിന്തുടരുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഇഹപര ജീവിതത്തിൽ ഒരിക്കലും തന്നെ പേടിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടി വരികയില്ല. എന്നാൽ വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ, നാം നൽകുന്ന ആ ഹുദയാകുന്ന ആ ആയത്തുകളെ ആരൊക്കെ കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നുവോ ഉലൈക അസ്ഹാബുന്നാർ, അവരാകുന്നു നരകക്കാർ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതരായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിശാച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ മാർഗത്തിൽ നിന്നും നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പല രൂപത്തിലുള്ള കോലങ്ങളും പല രൂപത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് നമുക്ക് അലങ്കാരമാക്കി തോന്നിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ കുതന്ത്രങ്ങളെ പറ്റി നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ, തീർച്ചയായും പിശാച് നിങ്ങളോട് നൽകുന്ന ഏതൊരു വാഗ്ദാനമുണ്ടോ, ഏതെല്ലാം കരാറുകളുണ്ടോ, അത് മുഴുവനും ഇല്ലാ ഗുറൂറാ, വഞ്ചനയാണ്. അത് നമ്മളെ വഞ്ചിക്കുന്നതാണ്. നമ്മൾ നരകത്തിലേക്ക് പോകുന്ന വാഗ്ദാനങ്ങളാണ് പിശാച് നമ്മുടെ മുമ്പിൽ നൽകുന്നത് എന്ന് ഉണർത്തുന്നതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ പിശാചിന്റെ ഒരു വേലയിലും നമ്മൾ പെടാൻ പാടില്ല. നമ്മളത് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും ആ ഒരു ബോധവും ആ ഒരു ചിന്തയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഏതേത് നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളൊന്നും തന്നെ നമ്മളെ പ്രയാസപ്പെടുത്താനല്ല അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. അല്ലാഹു തആല വെച്ചിട്ടുള്ള ഓരോ നിയമങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയാണ്. വലാ യുരീദു ബിക്കുമിൽ ഉസ്റ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് ഒരിക്കലും ഞെരുക്കത്തെ ഉദ്ദേശിക്കുന്നില്ല, അവൻ യുസ്ർ എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഏത് നിയമങ്ങളുണ്ടെങ്കിലും ആ നിയമങ്ങളൊക്കെയും തന്നെയും മനുഷ്യന് ഗുണമേ വരുത്തുകയുള്ളൂ. ഒരിക്കലും തന്നെ ദോഷം വരുത്തുന്ന ഒരു നിയമം പോലും അല്ലാഹുവിന്റെ ദീനിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷേ ആ ദീനിലെ ചില നിയമങ്ങളൊക്കെ ചിലപ്പോൾ ശൈത്താൻ നമുക്കൊരു ഭാരമാക്കി കൊണ്ട് തോന്നിപ്പിക്കും.
ചിലതൊക്കെ ഭാരമാക്കിക്കൊണ്ട് പിശാച് നമുക്ക് തോന്നിപ്പിക്കും. അത് പിശാചിന്റെ കുതന്ത്രമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്കറിയാമല്ലോ, സാധാരണ നമുക്കറിയാം ഇസ്ലാമിന്റെ നേരെ ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാമിനെ തകർക്കാനുമായിക്കൊണ്ട് നാനാ ദിക്കുകളിൽ നിന്നായിക്കൊണ്ട് പല കോലത്തിലുള്ള പല രൂപത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രവാചകനെയും ഖുർആനിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമെല്ലാം നിന്ദിക്കാനും അതുപോലെ തന്നെ അപമതിപ്പുണ്ടാക്കാനുമെല്ലാം എല്ലാ വിധത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളതൊക്കെ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മീഡിയകളിലൂടെയും പത്രങ്ങളിലൂടെയും എല്ലാം ചർച്ച ചെയ്യുന്ന വലിയ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള എത്രയോ ചർച്ചകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചോ ആ റിപ്പോർട്ടിന്റെ അവസ്ഥകളെ സംബന്ധിച്ചോ അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. അതെന്താ? ഈ റിപ്പോർട്ട് വരുന്നത് എത്ര കൊല്ലം മുമ്പത്തെ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നലത്തേതോ മിഞ്ഞാന്നത്തെയോ സംഭവത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടല്ല ഇന്ന് നമ്മൾ കാണുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ്. നമ്മൾ ആലോചിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിലെ ഓരോ നിയമങ്ങളും നമ്മുടെ നന്മക്ക് വേണ്ടി അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ആ നിയമങ്ങളിൽ നിന്ന് മനുഷ്യരെ അകറ്റാൻ വേണ്ടി പിശാച് പല രൂപത്തിലുള്ള കുതന്ത്രങ്ങളും മെനയുമ്പോൾ പല ആളുകളും ഇസ്ലാമിനെ തകർക്കാൻ എന്തെല്ലാം രൂപത്തിലുള്ള ആരോപണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി സിനിമകളും അതിനുവേണ്ടി സീരിയലുകളും അതിനുവേണ്ടി കാർട്ടൂണുകളും എല്ലാം പുറത്തിറക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ കാണുന്ന ഈ റിപ്പോർട്ടുകളിൽ എന്തൊക്കെയാണ് പലപ്പോഴും സിനിമാ രംഗത്ത് നടക്കുന്ന, സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്കിടയിൽ നടക്കുന്ന എന്തെല്ലാം ദുരാചാരങ്ങളും എന്തെല്ലാം മ്ലേച്ഛവൃത്തികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വായിച്ചവരാണ്. പലരും അതിനെപ്പറ്റി പറയുന്നത് ഞെട്ടിക്കുന്ന വാർത്ത എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഞെട്ടിപ്പിക്കലാ അതിലുള്ളത്? നമുക്കറിയാമല്ലോ, ഇസ്ലാം വെച്ചിട്ടുള്ള നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് മറ്റൊരു ഏർപ്പാടിൽ പെട്ടുകഴിഞ്ഞാൽ അവിടെ ഈ രൂപത്തിലുള്ള എല്ലാ വൃത്തികെട്ട എല്ലാ മ്ലേച്ഛകരമായ പ്രവർത്തനങ്ങളും കൂത്താടും എന്ന കാര്യത്തിൽ ഒരു സംശയവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതില്ല. അതേ അവിടെയും സംഭവിച്ചിട്ടുള്ളൂ. ഇസ്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ പാലിക്കേണ്ട, മനുഷ്യർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ദീനിൽ ഒരുപാട് നിയമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീ പുരുഷൻ എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്റെ വലിയ ഒരു ഉദാഹരണം, വലിയ ഒരു തെളിവ് അള്ളാഹു തആല പറഞ്ഞല്ലോ, വഖലഖനാകും അസ്വാജ, ഞാൻ നിങ്ങളെ ഇണകളായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, ആണും പെണ്ണുമായി കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ആ സൃഷ്ടിപ്പിലുള്ള വലിയ ഒരു അടയാളത്തെ കുറിച്ചാണ് അള്ളാഹു തആല മാനവരാശിയെ ഉണർത്തുന്നത്. സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ വലിയ ഒരു ദൃഷ്ടാന്തമാണ്. ഒരു കാര്യം നമ്മൾ അംഗീകരിക്കണം, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണത്? സ്ത്രീയും ആവട്ടെ പുരുഷനാവട്ടെ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിലും മനുഷ്യന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമെല്ലാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളും പ്രത്യേകതകളും നമുക്ക് കാണാൻ സാധിക്കും. ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഒരു വിവാഹ ജീവിതം, ഒരു ദാമ്പത്യ ജീവിതം എന്നത് ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചെയ്യുന്നവരാണ്. അത് വിവാഹപ്രായമെത്തിയ ഓരോ പുരുഷനും സ്ത്രീയും അത് ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും ഇസ്ലാം ഇത്രയും വലിയ സ്ഥാനം നൽകിയിട്ടുള്ള ഈ ഒരു മഹത്തായ, ഈ മഹിമയാകുന്ന ഈ ഒരു ബന്ധത്തെ തകർക്കാനും ഈ ബന്ധത്തെ നശിപ്പിക്കാനും വേണ്ടി എന്തെല്ലാം രൂപത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളുമാണ് സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പടച്ചുവിടുന്നത് എന്നത് നമ്മൾ കാണണം. ചില സംവിധായകന്മാർ അവർ ചില അഭിമുഖത്തിലൊക്കെ പറഞ്ഞു,
എന്റെ അഭിനയത്താൽ ഒരു 10 ആളുകൾ വിവാഹമോചനം നടക്കുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം എന്നൊക്കെ പറയുന്ന ഈ രൂപത്തിൽ വിവാഹ ജീവിതത്തെ, വിവാഹബന്ധത്തെ അങ്ങേയറ്റം മോശമായി കൊണ്ട് ചിത്രീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന സന്ദേശങ്ങൾ അത് എത്രത്തോളം പ്രോജ്വലമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിരുത്തി ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് അതിലുള്ളത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം അത് വഷളാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊന്നും തന്നെ നമ്മൾ എത്തിപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത് എന്നാണ്. വ്യഭിചാരത്തെ നിങ്ങൾ സമീപിക്കരുത്, വ്യഭിചരിക്കരുത് എന്നല്ല. വ്യഭിചാരം എന്നുള്ളത് വമ്പിച്ച പാതകമായ ഒരു കുറ്റമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ അതിലേക്ക് സമീപിക്കുക പോലും ചെയ്യരുത്. അതിലേക്ക് എത്തുന്ന എന്തെല്ലാം വശങ്ങളുണ്ടോ അതിനെ എല്ലാം ഇസ്ലാം കൊട്ടിയടച്ചു, അതെല്ലാം ഹറാമാക്കി, അതെല്ലാം നിഷിദ്ധമാക്കി. ആ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന സർവ്വ കാര്യങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെയും അത് ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കണം. എത്ര കേട്ടാലും എത്ര മനസ്സിലാക്കിയാലും പലപ്പോഴും അതെല്ലാം അവഗണിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും വീട്ടിലിരുന്ന് മൊബൈൽ ഫോണിലൂടെയും ടിവിയിലൂടെയും എല്ലാം ഈ രൂപത്തിലുള്ള സിനിമകളും സീരിയലുകളും കണ്ടുകൊണ്ട് സമയം കളയുന്ന എത്ര ആളുകളുണ്ട്. പലപ്പോഴും മദ്രസയിലെ കുഞ്ഞു മക്കളോട് ഈ വെക്കേഷനിൽ എന്താ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചാൽ അവർ പറയും, ഈ വെക്കേഷനിൽ ഞങ്ങൾ സിനിമക്ക് പോയി എന്നൊക്കെ പറയുന്ന മക്കളെ, മദ്രസയിലുള്ള ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കോലത്തിലൊക്കെ വളർത്തുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ദുഃഖകരമായ കാര്യമല്ലേ? നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കൾ, വളർന്നു വരുന്ന മക്കളെ വടക്കാക്കുന്നതിൽ വലിയ ഒരു പങ്ക് മാതാപിതാക്കൾക്കില്ലേ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. മദ്രസയിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് വളർത്തിയെടുക്കേണ്ട സ്ഥലം വീടാണ്. ആ വീട്ടിൽ അതിന് വിപരീതമായ സാഹചര്യവും അതുപോലെ തന്നെ കാര്യങ്ങളുമാണ് ഉള്ളത് എങ്കിൽ മദ്രസയിൽ നിന്ന് അതുപോലെ തന്നെ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ മക്കളിൽ വളർന്നു വരും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? പിന്നെ കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ മക്കൾ നമ്മുടെ പിടുത്തത്തിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് മുഖത്ത് കൈവച്ചുകൊണ്ട് ദുഃഖിക്കുകയും തല താഴ്ത്തിക്കൊണ്ട് വേദനിക്കുകയും മറ്റുള്ളവരോട് പ്രയാസങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കുകയും ചെയ്യുന്നതിൽ എന്ത് ന്യായമാണ് സുഹൃത്തുക്കളെ ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. പലപ്പോഴും ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പല ആളുകളും ശ്രദ്ധിക്കാറില്ല. നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, സ്ത്രീകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ട് ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. ഫലാ തഖ്ദഅന ബിൽ ഖൗലി, നിങ്ങൾ സംസാരം മൃദുലമാക്കരുത്. പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യരുത്? മയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ പാടില്ല. അന്യ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ കുറച്ചൊരു ജാഗ്രതയോട് കൂടി അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും തന്നിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിലുള്ള തന്മയത്വത്തോട് കൂടിയിട്ടുള്ള സംസാരം സ്ത്രീകൾ അന്യ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാം കർശനമായി കൊണ്ട് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. സ്കൂൾ തലങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ, കോളേജ് തലങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ ആൺകുട്ടികളോട് സംസാരിക്കുന്ന വിഷയത്തിൽ ഈ ഒരു കാര്യം ഗൗരവത്തോടു കൂടി നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല പറയുകയാണ് മുഅ്മിനീങ്ങളോട്, നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ രൂപത്തിൽ ഒരു തന്മയത്വത്തോടു കൂടി ആ രൂപത്തിലുള്ള ആണുങ്ങളുടെ ഇംഗിതപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കുമ്പോ എന്താ സംഭവിക്കുക? ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദ്, ഹൃദയത്തിൽ രോഗമുള്ള ആണുങ്ങൾ, അവർക്ക് അവരുടെ മനസ്സിൽ പല താല്പര്യങ്ങളും പൊട്ടിമുളക്കും. അല്ലാഹു തആല പറഞ്ഞതാ സംസാരം തന്നെ ശ്രദ്ധിക്കണം. പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ സ്ത്രീകൾ ആ രൂപത്തിലായിരിക്കണം സംസാരിക്കേണ്ടത് എന്നാണ്. അതുപോലെ തന്നെ അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഒറ്റക്കാവാൻ പാടില്ല.
ഒരു സ്ത്രീ അന്യപുരുഷനും ഒരു അന്യ സ്ത്രീയും ഒരിക്കലും ഒറ്റക്കാകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? ഇല്ലാ വമഅഹദു മഹ്റം, അവർക്ക് വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട മഹ്റമായിട്ടുള്ള ആളുകൾ ഇല്ലാതെ ഒരിക്കലും ഒറ്റക്കാകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അങ്ങനെ സംഭവിച്ചാൽ മൂന്നാമതായി കൊണ്ട് അവിടെ പിശാച് ശൈത്താൻ വരും എന്നാണ്. ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒറ്റക്കായാൽ മൂന്നാമതായി കൊണ്ട് അവിടെ ശൈത്താൻ വരും. ശൈത്താൻ വന്നാലോ പിന്നെ അവിടെ ഒരിക്കലും ധാർമ്മികതയോ നീതിയോ ന്യായമോ അവിടെ ഉണ്ടാവുകയില്ല. മുഴുവനും അതിരുവിട്ട അധാർമികമായ മ്ലേച്ഛകരമായ പ്രവർത്തനങ്ങളിലേക്കായിരിക്കും പിശാച് അവരെ എത്തിക്കുക എന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ജാഗ്രതയോട് കൂടിയായിരിക്കണം നമ്മൾ കാണേണ്ടത്. കൂടെ ജോലി ചെയ്യുന്നവരല്ലേ, കൂടെ പഠിക്കുന്നവരല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ നമ്മൾ നിൽക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായി കൊണ്ട് തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, എന്ത്? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായി കൊണ്ട് പ്രവേശിക്കണം. എന്നിട്ട് പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മളോട് പറയുന്നത്, നിങ്ങൾ ദീനിൽ പൂർണ്ണമായി പ്രവേശിക്കുക, സമ്പൂർണമായി പ്രവേശിക്കുക. എന്നിട്ട് അള്ളാഹു തആല അതിന് ശേഷം കൂട്ടിച്ചേർത്തത് എന്താണെന്നറിയോ? വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്. അത് രണ്ടിനും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ പൂർണ്ണമായി കൊണ്ട് പ്രവേശിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയുന്നത് ഖുതുവാത്തുശ് ശൈത്താനാണ്, പിശാചിന്റെ കാലടിപ്പാടുകളാണ്. അതിനെ പിന്തുടർന്നാലോ ഇതിൽ പൂർണ്ണമായി കൊണ്ട് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ അല്ലാഹുവിന്റെ ഈ ദീനിൽ നിങ്ങൾ പൂർണ്ണമായി കൊണ്ട് പ്രവേശിക്കണേ. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, നിങ്ങൾ ഒരിക്കലും തന്നെ പിശാചിന്റെ കാലടികൾ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്, അവൻ ശത്രുവാണ്. അതുകൊണ്ട് അവന്റെ കാലടികൾ നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് ഒരു ആണും ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല. അവിടെ മൂന്നാമതായി കൊണ്ട് പിശാച് വരും. രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ വിചാരിക്കും, പെങ്ങളെ കുട്ടിയല്ലേ, പെങ്ങളെ കുട്ടികളല്ലേ, മൂത്താപ്പാന്റെ മക്കളല്ലേ, അവരല്ലേ ഇവരല്ലേ എന്നൊക്കെ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അന്യരാണ്, അവരൊക്കെ അന്യവരാണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി കൊണ്ട് ഈ രൂപത്തിലെ സൂറത്തു നിസാഇന്റെ ആദ്യ ഭാഗത്ത് ആരൊക്കെയാണ് അന്യരായി കൊണ്ട് വരിക എന്നുള്ളത് കൃത്യമായി കൊണ്ട് അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. ഹുരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നമുക്ക് മഹറമാക്കിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇന്റെ തുടക്കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കൃത്യമായി കൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയില്ല ഈ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അത് എവിടേക്ക് എത്തിക്കുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല. പിന്നെ അപകടങ്ങൾ പറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ വിലപിച്ചിട്ടും കരഞ്ഞിട്ടും യാതൊരു നിർവാഹം ഉണ്ടാവില്ല. സമൂഹത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങൾ, എത്രയോ ആളുകളുടെ കണ്ണീരാണ് നമ്മൾ കാണുന്നത്. പുറത്ത് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഈ രൂപത്തിലുള്ള എളാപ്പാന്റെ മക്കളല്ലേ, അമ്മായിന്റെ മക്കളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ കണ്ണ് ചിമ്മുമ്പോൾ, ഞാൻ ഇത് ഒരു കുറ്റമായി കൊണ്ട് പറയുകയല്ല, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. രക്ഷിതാക്കളിൽ നല്ല ഒരു കണ്ണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലൊക്കെ വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് മാത്രമല്ല സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഅൻ യുത്അന ഫീ റഅസി റജുലിൻ ബിമിഖ്യതിൻ മിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ ആണി കൊണ്ട് നമ്മുടെ തലയിൽ അടിച്ചു താഴ്ത്തുന്നതിനേക്കാളും ഖൈറുൽ ലഹു മിൻ അൻ യമസ്സ ഇംറഅത്തുൻ ലാ തഹല്ലു ലഹു.
ഒരു സ്ത്രീയെ തൊടുന്നതിനേക്കാളും ഖൈറ് ഒരാണി കൊണ്ട് നമ്മളെ തലക്ക് അടിച്ച് താഴ്ത്തലാണ്. ഒരു അന്യ സ്ത്രീയെ തൊടുന്നതിനേക്കാളും ഒരാൾക്ക് ഏറ്റവും വലിയ ഖൈറ് എന്ന് പറയുന്നത് ആണി തലക്കടിച്ച് താഴ്ത്തലാണ് എന്ന്. അതിനേക്കാളും വലിയ കടുത്ത ശിക്ഷയായിരിക്കും ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുന്നത് മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നല്ല ജാഗ്രതയോട് കൂടി നന്നായി ശ്രദ്ധിച്ചായിരിക്കണം ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണിക്കേണ്ടത്. അതുകൊണ്ട് ഒരാണും ഒരു പെണ്ണും ഒരു നിലക്കുള്ള ഈ രൂപത്തിലുള്ള അവരുടെ വികാര വിചാരങ്ങൾ തട്ടിയുണർത്തുന്ന രൂപത്തിലുള്ള സംസാരം, ഇടപെടലുകൾ നമുക്ക് പാടില്ല. അത് ഇസ്ലാം കർശനമായി കൊണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല, അതുപോലെ തന്നെ സ്ത്രീകളെ പുരുഷനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം, അതുപോലെ തന്നെ നടത്തം, ഇരുത്തം, പെരുമാറ്റം, ഇതിലൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രൂപത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവരോടും, ചില സ്ത്രീകളൊക്കെ എല്ലാവരോടും ആരോടാ സംസാരിക്കുന്നത്, എവിടുന്നാ സംസാരിക്കുന്നത്, ഒരു മാന്യതയുമില്ലാതെ എല്ലായിടത്തും കയറി അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആ രൂപത്തിലൊക്കെ ഇടപഴകുന്ന പല പെണ്ണുങ്ങളെയും നമുക്ക് കാണാൻ പറ്റും. പാടില്ല സുഹൃത്തുക്കളെ, നമ്മളതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ആണിനോടും ഒരു പുരുഷനോട് ഏത് പുരുഷനോടായിരിക്കണം, എങ്ങനെയായിരിക്കണം സംസാരിക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ ഇസ്ലാമിൽ കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. അത് പാലിച്ചിട്ടില്ല എങ്കിൽ ഹൃദയത്തിൽ രോഗമുള്ള പുരുഷന്മാർ ഈ രൂപത്തിലുള്ള ഈ വിധത്തിലുള്ള ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള തിന്മകളിലേക്ക് പിശാച് നമ്മളെ എത്തിക്കുമെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതൊന്നുമില്ല എങ്കിൽ നമ്മളൊക്കെ കണ്ണ് ചിമ്മിക്കൊണ്ട് പോയാൽ ഇതൊക്കെ വലിയ അപകടത്തിലേക്കായിരിക്കും നമ്മൾ എത്തിക്കുക, നരകത്തിലേക്കായിരിക്കും നമ്മൾ എത്തിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ പറയുന്നു, നോക്കൂ, വലാ യുബ്ദീന സീനതഹുന്ന, അവരവരുടെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കരുത് എന്നാണ്. സ്ത്രീകൾ അവരുടെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കരുത്. അവരുടെ ഭർത്താവിന്റെ മുമ്പിലേ പ്രദർശിപ്പിക്കാൻ അനുവാദമുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള നിറത്തിലും വർണ്ണത്തിലും അതുപോലെ തന്നെ ആ രൂപത്തിലൊക്കെ അവരുടെ സൗന്ദര്യങ്ങൾ പ്രകടിപ്പിക്കാൻ അവരുടെ ഭർത്താവിന്റെ മുമ്പിലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുവാദമുള്ളൂ. പലപ്പോഴും സ്ത്രീകൾ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുരുഷനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള നടത്തവും ഇരുത്തവും ശബ്ദമുണ്ടാക്കലും കോലം കെട്ടലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ കച്ചവടം നടക്കുന്ന ഏറ്റവും വലിയൊരു ഫീൽഡാണ് ഈ കോസ്മെറ്റിക് സാധനങ്ങൾ വിൽക്കുന്ന ഈ രൂപത്തിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള കച്ചവടം എന്നാണ് ഇന്ന് പറയപ്പെടുന്നത്. അത്രയും അധികം വിലയും അതുപോലെ തന്നെ സാമ്പത്തികമായി ചെലവഴിക്കുകയും ചെയ്യുന്ന വലിയൊരു ഫീൽഡായി കൊണ്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, പല കുട്ടികളും പുറത്തിറങ്ങുന്നത് എങ്ങനെ, നമ്മൾ വീടിന് പുട്ടി അടിക്കുന്നത് പോലെയൊക്കെ ഓരോരുത്തർ കോലം കെട്ടിക്കൊണ്ട് പുറത്തിറങ്ങുന്നത് ഇല്ലേ? നമ്മൾ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ കൃത്യമായി ഇതിനൊക്കെ നല്ലൊരു ശ്രദ്ധ നമ്മൾ കാണേണ്ടതുണ്ട്. മക്കളല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം കണ്ണു ചെമ്മി ഒരു സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ, ഇതൊക്കെ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ഇസ്ലാം ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്. വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ അലങ്കാരങ്ങൾ, സൗന്ദര്യങ്ങൾ അവര് പ്രദർശിപ്പിക്കാൻ പാടില്ല. അത് കൃത്യമായി കൊണ്ട് ആ രൂപത്തിലുള്ള വസ്ത്രധാരണമായിരിക്കണം ഇസ്ലാം ഉണ്ടായിരിക്കേണ്ടത്. പുരുഷനെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രവും ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാലോ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം മദീനയിലെത്തി. ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് ചെന്നപ്പോ അവിടെ പിന്നീട് ഒരു ഇടയനായി കൊണ്ട് ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യാൻ വേണ്ടി അവിടുത്തെ സുദീർഘമായ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു കിണറിന്റെ അടുത്തേക്ക് 2 പെൺകുട്ടികൾ വരികയാണ്, 2 സ്ത്രീകൾ വരികയാണ്. ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എടുത്തുണർത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹ്യാ, ലജ്ജയോടെ നടക്കുന്ന ഒരു പെണ്ണ്, ലജ്ജയോടെ നടക്കുന്ന ഒരു സ്ത്രീയെ പറ്റി വിശുദ്ധ ഖുർആൻ പ്രത്യേകം അവിടെ പരാമർശിക്കുന്നുണ്ട്. ആ ഒരു ലജ്ജ പെണ്ണുങ്ങൾക്ക് വേണം, സ്ത്രീക്ക് വേണം ആ ഒരു ലജ്ജ.
എല്ലാ പുരുഷന്മാരോടും ഇടപഴകാൻ പറ്റൂല. നമ്മുടെ ഭർത്താവിന്റെ മുമ്പിൽ കാണിക്കേണ്ടുന്ന ആ ഒരു പെരുമാറ്റം ഒന്നും അന്യ പുരുഷന്റെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല. ലജ്ജയോട് കൂടിയായിരിക്കണം നീങ്ങേണ്ടത്. ഒരു സ്ത്രീക്ക് ആ ലജ്ജ എന്ന് പറയുന്നത് എടുത്തട നീക്കിക്കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ തന്നെ മാറുകയാണ്. ശരിക്ക് ഒരു സ്ത്രീയെ സ്ത്രീയായിക്കൊണ്ട് നിലനിർത്തുന്ന ഏറ്റവും വലിയ ഒരു സ്വഭാവമാണ് ലജ്ജ എന്നത്. ആ ലജ്ജ ഇല്ലെങ്കിലോ, ആ ലജ്ജ ഇല്ലാത്തവരാണ് ഈ ഉളുപ്പില്ലാത്ത രൂപത്തിലുള്ള വസ്ത്രധാരണവും പെരുമാറ്റ മര്യാദകളും ഇടപെടലുകളും ഒക്കെ കാണാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ലജ്ജ എന്ന് പറയുന്ന ഈ വിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുമ്പോൾ പ്രത്യേകം എടുത്തുണർത്തിയ ഒരു കാര്യമാണ് ആ സ്ത്രീക്കുണ്ടായിരുന്ന ലജ്ജ എന്ന് പറയുന്ന മഹത്തായ ഒരു സൽഗുണം. അത് വിശ്വാസിനികൾക്ക് പ്രത്യേകം ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിലെ ഒരു നിയമവും നമ്മെ പ്രയാസപ്പെടുത്താനല്ല. നമ്മളൊക്കെ നിസ്കാരത്തിന് ശേഷം പറയുന്നൊരു കാര്യമാണെന്ത്? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. അല്ലാഹുവേ നീയാണ് രക്ഷ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് രക്ഷ. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് രക്ഷ. അത് നമുക്ക് ശരിക്കും നമ്മളിങ്ങനെ ചൊല്ലി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ പറയുന്നത് എന്താ നമ്മൾ മനസ്സിലാക്കണം. നിസ്കാരത്തിന് ശേഷം അള്ളാഹിനോട് പറയാണ്, റബ്ബെ നിന്നിൽ നിന്നാണ് രക്ഷ. റബ്ബാണ് നമുക്ക്, റബ്ബ് എന്തൊക്കെ നമുക്ക് തരുന്നുണ്ടോ അതിലാണ് രക്ഷ ഉണ്ടാകുക, അതിലാണ് സ്വസ്ഥതയുണ്ടാവുക, അതിലാണ് സമാധാനം ഉണ്ടാവുക. ആ റബ്ബ് തരുന്ന ആ മാർഗനിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് അത് ലംഘിച്ചുകൊണ്ട് ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അവരുടെ ജീവിതം തകരും, അവരുടെ ജീവിതം കുത്തഴിയും, അവര് തകർന്ന് ഇല്ലാതെയാകും എന്നുള്ളത് നമുക്ക് ഓരോ കാലത്തും ഓരോ സംഭവങ്ങളും നമുക്ക് അറിയിച്ചു തരുന്ന കാര്യമാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ദീൻ, ആ അള്ളാഹുവിന്റെ ദീനിന്റെ ഓരോ നിയമങ്ങളെയും നമ്മൾ കൃത്യമായി കൊണ്ട് മഹത്വവൽക്കരിച്ചുകൊണ്ട് അതിന്റെ ശ്രേഷ്ഠതയും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബാണ് നമുക്ക് ഈ നിയമം വെച്ചത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് കാണാൻ കണ്ണും കേൾക്കാൻ കാതും ശ്വസിക്കാൻ വായുവും അതുപോലെ തന്നെ വിശപ്പിന് ഭക്ഷണവും ദാഹത്തിന് വെള്ളവും എല്ലാം സംവിധാനിച്ചു തന്ന ആ റബ്ബല്ലേ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുമ്പോൾ അത് മാത്രം നമ്മൾ അവഗണിക്കുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ അപകടങ്ങളാണ്, നാശങ്ങളാണ് നമ്മൾ അത് മുഖേന വിളിച്ചു വരുത്തുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അവന്റെ നിയമങ്ങളും അവന്റെ ദീനും കൃത്യമായി കൊണ്ട് അനുസരിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് മറ്റു യാതൊരു ദേഹേച്ഛയും കൂടാതെ മുസ്ലിമായില്ലേ, ഇനിയിപ്പോ ഇതൊന്നും സ്വീകരിക്കാതിരിക്കുക എങ്ങനെ എന്ന രൂപത്തിൽ ആവരുത് നമ്മൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത്. വസല്ലിമു തസ്ലീമ, പൂർണ്ണമായി കൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട്, നേരത്തെ ഖുർആൻ പറഞ്ഞതുപോലെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി കൊണ്ട് അതിന് കീഴ്പ്പെട്ടുകൊണ്ടായിരിക്കണം അള്ളാഹുവിന്റെ നിയമങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുകയും ചെയ്യുന്ന ഒരു വചനമാണ്. എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനിൽ തമസ റിദല്ലാഹി ബി സഖ്തിൻ നാസ്, മനുഷ്യരുടെ കോപത്തിന് പകരം അള്ളാഹുവിന്റെ തൃപ്തിയാണ് ആരെങ്കിലും അന്വേഷിക്കുന്നുവെങ്കിൽ റളിയല്ലാഹു അൻഹു വഅർദൻ നാസു അൻഹു, അള്ളാഹും അവനെ തൃപ്തിപ്പെടും, മനുഷ്യന്മാരും അവനെ തൃപ്തിപ്പെടും. എന്നാൽ വമനിൽ തമസ റിദൻ നാസി ബി സഖ്തില്ലാഹ്, അള്ളാഹുവിന്റെ കോപത്തിന് പകരം ആളുകളുടെ ഇഷ്ടമാണ്, ജനങ്ങളുടെ തൃപ്തിക്കാണ് ഒരാൾ സ്ഥാനവും ഒക്കെ നൽകുന്നത് എങ്കിലോ സഖിതല്ലാഹു അലൈഹി വഅസ്ഖത അലൈഹി നാസ്, അള്ളാഹും അവനോട് കോപിക്കും, മനുഷ്യരും അവനോട് കോപിക്കും എന്നാണ്.
ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ ദീന് അനുസരിച്ചു ജീവിച്ചു എന്നുള്ളത് കൊണ്ട് ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. നമുക്ക് തോന്നും നമുക്ക് നഷ്ടപ്പെടുമെന്ന്. ഇല്ല. അള്ളാഹു തആല നമുക്ക് നൽകുന്ന ഒരു ഒരു വാഗ്ദാനമാണ് സുഹൃത്തുക്കളെ. എന്ത്? അള്ളാഹുവിന്റെ മനുഷ്യരുടെ കോപത്തിന് പകരം അള്ളാഹുവിന്റെ തൃപ്തിക്കാണ് നമ്മൾ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടും, ആളുകളും നമ്മൾ ഇഷ്ടപ്പെടും. അത് ഉറപ്പാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപത്തിന് വേണ്ടി ജനങ്ങളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ സ്ഥാനം കൊടുക്കുന്നതെങ്കിലോ അവിടെ ആ ജനങ്ങളുടെ ഇഷ്ടം താൽക്കാലികമായിട്ടേ നമുക്ക് കിട്ടുള്ളൂ. അത് താൽക്കാലികമായിട്ടേ നമുക്ക് ലഭിക്കുള്ളൂ. അവസാനം ആളുകളും നമ്മളെ വെറുക്കും, റഹ്മാനായ റബ്ബും നമ്മളെ വെറുക്കും, അള്ളാഹു നമ്മളോട് കോപിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ദീൻ, അതിന്റെ സ്ഥാനം അത്രമേൽ വലുതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിന്റെ ദീന് നമുക്ക് വെച്ചിട്ടുള്ള നിയമങ്ങളെയൊന്നും, ആ നിയമങ്ങളെ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്, നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് റഹ്മാനായ റബ്ബ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ രൂപത്തിൽ അതിനെ കണ്ടുകൊണ്ട് പൂർണ്ണമായി കൊണ്ട് മനസ്സ വാച കർമ്മണ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പൂർണ്ണമായി അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. റഹ്മാനായ റബ്ബ് നമ്മെല്ലാവരെയും അതിന് തുണക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ ദീനിന്റെ നിയമങ്ങളെ എല്ലാം പൂർണ്ണമായി കൊണ്ട് പരിപൂർണമായി കൊണ്ട് മനസ്സാ വാച കർമ്മണ സ്വീകരിച്ച് ഉൾക്കൊള്ളുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ കടം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ പ്രയാസങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലശ് ശിർക വൽ മുശ്രികീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.